സാമൂഹിക നവോത്ഥാന നായകന്മാരും സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഗവേഷകരും ശാസ്ത്രകാരന്മാരും അങ്ങനെ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളവരെല്ലാം ആരുടെ സ്വത്താണ് എന്നുള്ളതാണ്. തൈക്കാട് അയ്യാ ഗുരു കേരള വെള്ളാള സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് വെള്ളാളനല്ല, അതെല്ലാ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈഴവനായി ജനിച്ചു എന്ന് ഏതെങ്കിലും ഒരു സമുദായത്തിലല്ലേ ജനിക്കാൻ പറ്റും? ഈഴവനായി ജനിച്ചതുകൊണ്ട് ഈഴവന്റെ ദൈവമാണോ അല്ലെങ്കിൽ ഈഴവരുടെ സ്വത്താണോ? ഒന്നുമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. ഗുരുദേവന്റെ കൂടെ നായർ, നമ്പൂതിരി, ബ്രാഹ്മിൺസ്, എംബ്രാന്തിരിമാർ, അതുപോലെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളായ എത്രയോ ആളുകൾ ശ്രീനാരായണ ഗുരുദേവനോടെ ഡിസിപ്പിൾസ് അല്ലെങ്കിൽ അനുയായികളായിട്ടുണ്ടായിരുന്നു, എത്രയോ ആളുകൾ. അതുകൊണ്ടാണല്ലോ ഗുരുദേവൻ അങ്ങനെ ജാതിഭേദം മതദ്വേഷമൊക്കെ പറഞ്ഞ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഉലകത്തിനെന്നൊക്കെ പറഞ്ഞ് വന്നത്. അതുപോലെ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ മന്നത്ത് പത്മനാഭൻ ആരാണ്? നായന്മാരുടെ സ്വത്താണോ മന്നത്ത് പത്മനാഭൻ? അല്ല, നായന്മാരുടെ സ്വത്തല്ല. അദ്ദേഹം ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഹിന്ദുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയും ആർ ശങ്കറുമായി ചേർന്ന് ഈഴവ സ്വാധീനമുള്ള പ്രാതിനിധ്യമുള്ള ആർ ശങ്കറിനെയും മുഖ്യമന്ത്രിയൊക്കെയായിരുന്നു ആർ ശങ്കറിനെയും നായർ വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭനും കൂടി 1949 ഹിന്ദു മണ്ഡലം നടത്തിയിട്ടുണ്ട് കൊല്ലത്ത്. പിന്നെ ഇടയ്ക്ക് വെച്ച് അവർ തമ്മിൽ തെറ്റുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, മുസ്ലിങ്ങളെ പറഞ്ഞു, അങ്ങനെ പല ഘട്ടത്തിൽ ഈഴവരെയൊക്കെ തള്ളിപ്പറയുന്ന വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നെങ്കിലും ആദ്യന്ത്യമായി ഹിന്ദു സമൂഹത്തിന്റെ നേതാവല്ലേ ചട്ടമ്പിസ്വാമിയൊക്കെ. അവിടെ ഹിന്ദു സമൂഹത്തിലുള്ള ആർക്കും പോയി പുഷ്പാർച്ചന, ഹിന്ദു സമൂഹം പോട്ടെ, മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപം പെരുന്നയിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് സുകുമാരൻ നായരുടെയോ ആരുടെയും സ്വത്തൊന്നുമല്ല. അവിടെ ഒരാൾ വിചാരിക്കുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആത്മാവിനെ, ഇപ്പം ശരീരമില്ലല്ലോ, മരിച്ചുപോയല്ലോ, ആത്മാവിനെ ഒന്ന് ആദരിക്കണം, അത് ആ വ്യക്തിത്വത്തെ ഒന്ന് കാണണം, അദ്ദേഹം ഇരിക്കുന്ന സ്മൃതി കുടീരം ഒന്ന്, സ്മൃതി മണ്ഡപം ഒന്ന് കാണണം എന്ന് പറഞ്ഞ ഒരാൾ ചെന്ന് ഒരു പുഷ്പാർച്ചന നടത്താൻ അവസരം കൊടുക്കട്ടെ? അത് NSS ചെയ്യുന്നത് കാലവിരുദ്ധമാണ്, നീതി നിഷേധമാണ് സുകുമാരൻ നായർ ചെയ്യുന്നത്. പോട്ടെ, സാധാരണക്കാർക്ക് കൊടുക്കുന്നത് പോട്ടെ, മറ്റു സമുദായക്കാർക്ക് കൊടുക്കുന്ന പോട്ടെ, NSSൽ ജനിച്ച് നായർ സമുദായത്തിൽ ജനിച്ച് NSSന്റെ കരയോഗത്തിൽ പോയി കരയോഗത്തിന്റെ ലൈബ്രറി ഉപയോഗിച്ച് ഒക്കെ പഠിച്ചു വന്ന കരയോഗത്തിന്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള CV ആനന്ദബോസ് എന്ന് പറയുന്ന കൊല്ലക്കാരൻ, അദ്ദേഹം കളക്ടറായി പല പോസ്റ്റുകളിലിരുന്ന അവസാനം മേഘാലയ മറ്റ് ഭാഗങ്ങളുടെയൊക്കെ അഡ്വൈസറായിരുന്നു പല സ്റ്റേറ്റിന്റെയും, അവസാനം അവിടെ നിന്നാണ് ഗവർണറാവുന്നത്. ആ ഗവർണറായ അദ്ദേഹം ഗവർണറാവുന്നതിന് തൊട്ട് 2 ദിവസം മുമ്പ് ഞാൻ ഗവർണർ ആവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരെ വിളിച്ചുവെന്നും സുകുമാരൻ നായർ ഇദ്ദേഹത്തെ ചെല്ലാൻ പറഞ്ഞെന്നും ചെന്നിട്ട് നേരെ കാറിൽ അടുത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോയെന്നും അകത്ത് കൊണ്ടുപോയി ചായ കൊടുത്ത് വിളിച്ച് ശരി ലാൽ സലാം എന്ന് പറഞ്ഞ് വിട്ടെന്നും ആ ആദ്യം ചെയ്യേണ്ടതാണ് സുകുമാരൻ നായർ ആദ്യം ചെയ്യേണ്ടതാണ് അവിടെ വരുന്ന സാധാരണ ജനങ്ങളാണെങ്കിൽ സാധാരണക്കാരെ കൂട്ടിവിടണം, കുറച്ചുകൂടി ഹയർ കൂടിയ ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൂട്ടിവിടണം, വളരെ പ്രധാനപ്പെട്ട ഗവർണർ, മന്ത്രി അങ്ങനെയുള്ള ആളുകൾ വേണമെങ്കിൽ സുകുമാരൻ നായർ കൂടെ പോകണം. ജനറൽ സെക്രട്ടറി അല്ലേ, വേറെ ഒന്നും അല്ലല്ലോ, മന്നത്ത് പത്മനാഭനല്ലല്ലോ. അപ്പൊ കൂടെ പോയി ഈ പുഷ്പാർച്ചന നടത്തി കൊടുക്കുമ്പോൾ താങ്കൾ വലിയ ആളാവുകയാണ് ചെയ്യുന്നത്. ആരുടെ മുമ്പേ? മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആചാര്യന്റെ മുമ്പിലും താങ്കൾ വലിയ ആളാവും, പൊതുസമൂഹത്തിന് മുമ്പിലും താങ്കൾ വലിയ ആളാവും. അല്ലാതെ എന്താ ഈ കേൾക്കുന്നത്? CV ആനന്ദബോസ് തുറന്നു വിട്ടത് വല്ലാത്ത ഭൂതമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നായർമാർക്ക് മാത്രമല്ല, അത് സകല ജനങ്ങൾക്കുമായി തുറന്നു കൊടുക്കണം. അവിടെ ആർക്ക് വന്ന് പുഷ്പാർച്ചന നടത്തുന്ന താല്പര്യമുണ്ടോ അവർക്കെല്ലാം പുഷ്പാർച്ചന നടത്താനുള്ള അവസരം തീർച്ചയായും അവിടെ കൊടുക്കണം. അവിടെ കൊടുക്കാതിരിക്കരുത്, തീർച്ചയായിട്ടും അവിടെ കൊടുക്കണം. അതിന് CV ആനന്ദബോസ് പറഞ്ഞ ഒരു കാര്യം. പക്ഷേ CV ആനന്ദബോസിന്റെ പ്രസ്താവന ഏഷ്യാനെറ്റ് പോലെയുള്ള ആളുകളൊക്കെ അഭിജോത് ചെയ്തിട്ട്, അഭിജോതിന് ചില കുഴപ്പങ്ങളുണ്ട്, അഭിജോത് ചെയ്തിട്ട് അത് കട്ട് ചെയ്തു. അഭിജോത് ആണെന്നാണ് വിശ്വസിച്ചത്, അതേ സുരേഷാണ് കട്ട് ചെയ്തു, സുരേഷാണെന്ന് തോന്നുന്നു, അത് കട്ട് ചെയ്തു. ഏത് വെച്ച് കട്ട് ചെയ്യുന്നറിയാവോ? ഡൽഹിയിൽ മന്നത്ത് പത്മനാഭന്റെ ഒരു സ്മാരകം വേണമെന്നും അതിന് സ്റ്റേജിലിരിക്കുന്നവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നും എൻ്റെ 1 മാസത്തെ ശമ്പളം അതിന് തന്നുകൊള്ളമല്ലാമെന്നും ആനന്ദബോസ് പറഞ്ഞായിരുന്നു. അത് കൊടുത്തില്ല ചാനൽ. നല്ല രസമല്ലേ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കൊടുത്തില്ല. കാരണം അതൊരു പോസിറ്റീവ് സാധനമാണ്, ഇത് നെഗറ്റീവ് സാധനമാണ്. ഈ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞത് ഒരു നെഗറ്റീവ് സാധനമാണ്. അത് അടിച്ചു കൊടുത്തു, ആഞ്ഞടിച്ചു അല്ലെങ്കിൽ ആണി അടിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ഒരു മന്നത്ത് പത്മനാഭന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിയണമെന്നും അവിടെ പുഷ്പാഞ്ജലി സംവിധാനം എല്ലാവർക്കും കൊടുക്കണമെന്നും അതിന് CV ആനന്ദബോസിന്റെ 1 മാസത്തെ ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ചാനലുകളൊക്കെ ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞില്ല. അപ്പൊ എന്തായാലും വലിയ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും
ഹിന്ദുക്കളുടെ നായർമാരാണെങ്കിലും ഹിന്ദുക്കളുടെ ഒരു സംവിധാനങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപം, ആചാര്യന്റെ മണ്ഡപം തുറന്നു കൊടുക്കണം. ആർക്കൊക്കെ അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തണമെങ്കിലും അതിന് അവസരം കൊടുക്കണം. അത് ഞാൻ പറഞ്ഞ പോലെ അത് ഇനിയെങ്കിലും ഒരു തീരുമാനം മാറി ഉണ്ടാക്കാൻ കഴിയട്ടെ. മന്നത്ത് ആചാര്യനെ പഠിക്കാനും അവിടെ പോയി സ്മൃതി മണ്ഡപത്തിൽ ഇതിടാനും താല്പര്യമുള്ള എല്ലാവർക്കും അവസരം കൊടുക്കണം.